ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷയുടെ, അതായത് നമ്മുടെ 2025 ഇപ്പൊ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചോദ്യപേപ്പറും ഉത്തരങ്ങളും. അപ്പൊ എല്ലാവർക്കും ആൻസർ ഷീറ്റ് കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എന്നൊക്കെ നോക്കാം അല്ലെ. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിക്കാന്നൊക്കെ കരുതുന്നു. അഥവാ മാർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത എക്സാമിന് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യപേപ്പർ, അതായത് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്റഗ്രേഷന്റെ, അതായത് ഉദ്ഗ്രഥനത്തിന്റെ ചോദ്യപേപ്പറാണ് നോക്കുന്നത് കേട്ടോ. ആദ്യ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, എത്ര പ്രവർത്തനങ്ങളാണ് ഉള്ളത്? നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് 6 പ്രവർത്തനങ്ങളും പരിസര പഠനത്തിന് വന്നിരിക്കുന്നത് 4 പ്രവർത്തനങ്ങളുമാണ് അല്ലേ. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം എന്താ? പ്രവർത്തനം 1 എന്തായിരുന്നു? പട്ടം വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. ഇവിടെ കാണിക്കുന്ന കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കണം, വരച്ചിട്ട് അതിനുള്ളിൽ നിറം കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ലേ ടീച്ചർ. അതിനുശേഷം ഈ താഴെ കാണുന്ന ഞാൻ ആര് കണ്ടില്ലേ, ഇവിടെ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. എന്താണ് ചിത്രത്തിലുള്ളത്? പട്ടം. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കുത്തുകൾ വരച്ച് യോജിപ്പിച്ച് നിറം കൊടുത്ത് അവിടെ പട്ടം എഴുതിയ കൂട്ടുകാർക്ക് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഫുൾ മാർക്കായിരിക്കും. അടുത്തത് പ്രവർത്തനം, 2ാമത്തെ പ്രവർത്തനം ചെടിയും പട്ടവും. പറയാം, എഴുതാം. അപ്പൊ ചെടിയിൽ കുടുങ്ങി കിടക്കുകയാണ് പട്ടം അല്ലെ. അപ്പൊ ചെടി പട്ടത്തിനോട് ചോദിക്കുകയാണ്, നീ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പൊ പട്ടം എന്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും? നീ ആരാന്ന് ചോദിച്ചപ്പോ പട്ടം എന്തായിരിക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പട്ടം അല്ലെ, ഞാൻ പട്ടം. അപ്പൊ തിരിച്ച് പട്ടം ചെടിയോട് എന്ത് ചോദിച്ചിട്ടുണ്ടാവും? ആരാ നീ, അല്ലെങ്കിൽ നീ ആരാന്ന് ചോദിച്ചാലും ശരി തന്നെയാണ് കേട്ടോ. ആരാ നീ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ചെടി ഉത്തരം പറയാ? ഞാൻ ചെടി അല്ലെ, ഞാൻ ചെടി എന്ന് ഉത്തരം പറയും. ചില കൂട്ടർ ചിലപ്പോൾ മരം എന്നായിരിക്കും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, പ്രവർത്തനം 2 മേലെ തന്നെ ഉണ്ട് ചെടി കണ്ടു എഴുതിയിട്ടുണ്ട്, ചെടിയും പട്ടവും. ഇവിടെ ചെടിന്ന് എഴുതാൻ അറിയില്ലെങ്കിൽ ഇത് നോക്കി എഴുതിയാൽ മതി. ചെടി കണ്ടു, ചെടിയും പട്ടമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭാഷണം, ചെടിയും പട്ടും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മുടെ 2ാമത്തെ പ്രവർത്തനം. എല്ലാ കൂട്ടുകാരുടെ ഉത്തരം ശരിയായിരുന്നില്ലേ? അടുത്തത് 3ാമത്തെ പ്രവർത്തനം, പട്ടം കണ്ടത്. പട്ടം ചെടിയിൽ കുടുങ്ങി കിടക്കായിരുന്നു. അവിടെ നിന്നെല്ലാം ഉയർന്ന് പറന്നു ആകാശത്തെത്തി. പട്ടം എന്ത് ചെയ്യാൻ താഴോട്ട് നോക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ നമ്മൾ വാക്യമായിട്ട് എഴുതാനായിരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക. പടം നോക്കൂ, എഴുതൂ. ചിത്രത്തിൽ കാണുന്നത് എന്തെല്ലാമാണ് എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. താഴെ കാണുന്ന ബോക്സിൽ എഴുതണം. മിനിമം 4 സെന്റൻസ് എങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും, 4 വാക്യമെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ വാക്യങ്ങൾ ഉണ്ടാക്കി എഴുതാം കേട്ടോ. അപ്പൊ എന്തൊക്കെ എഴുതാം? കാറ്റത്ത് ആടുന്ന ചെടികളിൽ നിറയെ പൂക്കൾ, കുളത്തിൽ നീന്തി കളിക്കുന്ന, ആരാണ് നീന്തി കളിക്കുന്നത്? മീനുകൾ. റോഡിലൂടെ പായുന്ന, ആരാ റോഡിലൂടെ പായുന്നത്? വാഹനങ്ങൾ അല്ലെ, റോഡിലൂടെ പായുന്ന വാഹനങ്ങൾ. അങ്ങനെ ചെറിയ ചെറിയ സെന്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി ചേർക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് വലിയ സെന്റൻസുകൾ എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ചെറിയ ചെറിയ സെന്റൻസുകൾ എഴുതി നോക്കുക. മനസ്സിലായല്ലോ? അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. പ്രവർത്തനം 4ാമത്തെ പ്രവർത്തനം എന്താ? തിന്നാം. വരച്ചു ചേർക്കണമെന്നാണ് കേട്ടോ. എന്താ വരച്ചു ചേർക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രവും ആ ജീവികൾ കഴിക്കുന്ന ആഹാരമാണ് അടുത്ത സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഓരോ ജീവി കഴിക്കുന്ന ശരിയായിട്ടുള്ള ആഹാരം എന്താണോ അതിലേക്ക് എന്ത് ചെയ്യണം? വരച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം കാണുന്നത് എന്താണ്? മീൻകൊത്തി എന്നൊക്കെ പറയും അല്ലേ, അതായത് കിങ് ഫിഷ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ആ പക്ഷി കഴിക്കുന്ന ആഹാരം എന്താണ്? മീനാണ്. അടുത്തത് എന്താണ്? കോഴിയുടെ ആഹാരം എന്താ? പുഴുവൊക്കെ കഴിക്കും അല്ലേ. അടുത്തത് തത്തമ്മ പഴം കഴിക്കാറില്ലേ. അടുത്ത ആരാണ്? ഒരു പക്ഷിയാണ് അല്ലെ, തേൻ കുടിക്കുന്ന പക്ഷിയാണ്. അപ്പൊ പൂവിലോട്ട് വരച്ചു ചേർക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു ചേർത്തിട്ടുണ്ടാവില്ലേ എക്സാമിന്? അടുത്തത് കണ്ടെത്തൂ, വട്ടം വരയ്ക്കൂ. ഇവിടെ 4 പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പക്ഷിന്റെ 4 പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചിട്ട് ശരിയായിട്ടുള്ള പക്ഷി ഏതാണോ അതിനെന്ത് ചെയ്യണം? ആ പക്ഷിക്ക് ചുറ്റും വട്ടം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. ഏത് പക്ഷിയാണ്? ഏത് പക്ഷിയാ? നീണ്ട കഴുത്തും നീണ്ട കാലും മീൻ തിന്നും വെളുത്ത നിറം. ആരാണ്? കൊക്കാണ് അല്ലേ, അല്ലെങ്കിൽ കൊറ്റി എന്നൊക്കെ പറയും. അടുത്തത് 5ാമത്തെ പ്രവർത്തനം, പൂവിലെത്തുന്നവർ. ആരൊക്കെയാണ് പൂവിൽ വന്ന് തേൻ കുടിക്കുന്ന ജീവികൾ? ഏതൊക്കെയാ? കോഴിയുണ്ടോ? ഇല്ല അല്ലെ. തേനീച്ചയുണ്ട്, ഇവിടെ താറാവുണ്ട്, വണ്ടുണ്ട്, ഉറുമ്പുണ്ട്, മൂങ്ങിയുണ്ട്, തേൻകുരുവിയുണ്ട്, പൂമ്പാറ്റിയുണ്ട്, കോഴിയുണ്ട്. ഇതിൽ ആരൊക്കെയാണ് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത്? അവയാണ് എന്ത് ചെയ്യേണ്ടത്? വരച്ചു ചേർക്കേണ്ടത് കേട്ടോ. ആരൊക്കെയുണ്ട്? തേനീച്ചയുണ്ട്, വണ്ടുണ്ട്, പിന്നെ ആരാ? തേൻകുരുവി അല്ലെ, തേൻകുരുവിയുണ്ട്. പിന്നെ ആരാ ഉള്ളത്?
പൂമ്പാറ്റ ഉണ്ട് അല്ലെ. അപ്പൊ ഇവ എന്ത് ചെയ്യണം, അതുപോലെ പൂവിലോട്ട് വരച്ച് ചേർക്കുക. അപ്പൊ കറക്റ്റായിട്ട് വരച്ച് ചേർത്ത കൂട്ടർക്ക് എല്ലാവർക്കും നല്ല ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്തെങ്കിൽ ശരിയാക്കുക കേട്ടോ. അതാണ് നമ്മുടെ 5 പ്രവർത്തനങ്ങൾ. അപ്പൊ 5 പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ ഇന്റഗ്രേഷനിൽ, അതായത് ഉദ്ഗ്രഥനത്തിന്റെ ചോദ്യപേപ്പറിലുള്ളത്. എല്ലാ കൂട്ടർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഇതിന്റെ രണ്ടാം ദിവസത്തിന്റെ ചോദ്യപേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടർ നിങ്ങൾ തീർച്ചയായും കാണുക. എല്ലാ ചോദ്യപേപ്പറും നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ഓണപരീക്ഷയുടെ എല്ലാ ചോദ്യപേപ്പറും നമ്മൾ ഉത്തരങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്